പ്രശ്നം ഉണ്ടാക്കുന്നത്. നമുക്ക് കിട്ടിയ 2 ഷെയറില് 1 ഷെയർ മർക്കസിലും വെക്കും, 1 ഷെയർ ചേർന്നമാർക്ക് പള്ളിയിലും വെക്കും. അത് ഏപ്പിസ്താവിന്റെ പെരീക്കൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ഷെയർ മർക്കസിലും വെച്ചു. അപ്പൊ ഏപ്പിസ്താവിൽ 5 ഷെയർ വേണം. അതേ വിഷയം 3 2 3 എത്ര ആവട്ടെ എന്നോട് പറഞ്ഞു. സമതന്നരില്ലേ, സമതന്നരി സ്റ്റേജ് പക്ഷെ അതേ ശൈലിയില് അതിന്റെ നിന്ന് കൊണ്ടുവന്നില്ല, അതേ ശൈലിയിലേ. അപ്പൊ മർക്കസിന്ന് ഉസ്താദന്മാർക്ക് അവിടെ എത്ര ചാലഞ്ചെന്ന് അറിയില്ലായിരുന്നു. അത് കളക്കി സത്യത്തിൽ അയാളാ ഈ സമതൻവരിന ഈ പിന്നെ പരിപാടിക്ക് വിളിച്ചത് ശരിയല്ലാണ് എന്റെ അഭിപ്രായം. കാരണം മൂപ്പരൊരു പുതുമുഖാണ്. അതേ ആലയത്തിൽ കിട്ടും അതേ ചിലപ്പോൾ ഞാൻ അങ്ങനെ വെച്ചുകൊണ്ടേ. അതെ, ആദ്യം നാട്ടു കേസല്ലേ. അപ്പൊ എന്ത് പറഞ്ഞു? അത് എല്ലാവരും കിട്ടായി കിട്ടായി അല്ല, എന്നിട്ട് 2 3 ഞാനോടി പിന്നെ നിങ്ങൾ പിന്നെ 3 ആകട്ടെ 3 ആകണം. അത് ഇത്രയാണ് ആദ്യത്തെ ചോദിച്ചേ. ഞാന് ഇപ്പം നിലവിൽ എത്ര പുസ്തകം പറഞ്ഞപ്പോഴാണ് നമ്മളെന്താ ഈ വിഷയപ്പെട്ടത്. അതേ ആൾക്കാരെ ഞാൻ കേട്ട് പോവുകയാണ്. ഞാൻ അവരെ വരികളും ശ്രദ്ധിക്കണം. അപ്പൊ വേറെ ആരും ചോദിച്ചില്ല. പിന്നെ കഷ്ടം. അപ്പൊ അതിന് പകരസ്ഥാനം കടന്നു വന്നോ? പകര അച്ഛനെയാ സ്വപ്നം. സ്വപ്നത്തിന്റെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ പേരോട് മറ്റേ ഇത് പറഞ്ഞു. ഈ വിഷയങ്ങൾ കൂടുതൽ നമ്മൾ ഇന്നലത്തെ പത്രസമ്മേളനം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞാല് 7-ാം തീയതി വരെ പരിപാടിയുണ്ട്. ഉസ്താദ് പറഞ്ഞിട്ട് എല്ലാ സംശയങ്ങളും വിഷയങ്ങളും 7-ാം തീയതി മുൻകൂടി ഓരോ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാമോ? ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ അതായത് അടുത്ത ചൊവ്വാഴ്ചയാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നലെ ഓലി കിതാബ് ഓലി. ഇനി 7-ാം തീയതി അതിന്റെ ഷറഫ് കൂടി എഴുതും. അതായത് വിഷയം പറയുന്നത് അത് എന്താ എന്റെ നഷ്ടപ്പെട്ട ശബ്ദമല്ലേ. പിന്നെ ശനഗര വിഷയം വന്നു. ശനഗര വിഷയം വന്നപ്പോ നമ്മൾക്ക് ഫോറത്തിന്റെ പേരിലെ സിറാജ് വന്നിട്ടുള്ളത് ആ സംഘടന തിരിച്ചു വന്നതാണ്. പോലീസാണെങ്കിൽ പോകാതിരിക്കുക ചെയ്തോട്ടെ. ഹലോ, പറ. പിന്നെ ശനഗര വിഷയം വന്ന് 3 നാള് വാദിച്ചു, വീട്ടില്ല. ഒക്കെ വാദിച്ചു. 10 ഉണ്ട്, ഇതുണ്ട്, 10 ഉണ്ട്. ദിവസം പോയി എന്നിട്ട് വാദിച്ചു. ഗവൺമെന്റിന്റെ രേഖ ഉണ്ട്. പോയാലും പോയില്ലെങ്കിൽ നമുക്കെന്തായാലും ഒരു വിഷയമല്ല. ഈ പക്ഷേ ഒരു ഓപ്പൺ ഫോറത്തിന്റെ പേരിൽ നിയമിച്ചു കൊടുക്കുമ്പോ അതേപോലൊക്കെ വായിക്കൂല മനുഷ്യന്മാര്. അയാൾ പോകായിട്ട് ചെയ്തോട്ടെ. അതെ അതെ അതെ, അത്രയൊന്നും ഇല്ലേ? അതുപോലെ ചിന്താവും. അതിന് മുപ്പിൽ പോയില്ലെങ്കിൽ എന്താ? ഇവർ ഈ വാർത്താ സമ്മേളനത്തെ പറ്റിക്ക് പേരോത്സവം പറഞ്ഞില്ല. പേരോത്സവം കാര്യത്തൊന്നും പറഞ്ഞിട്ടില്ല. കാരണം പേരോത്സവം വിശദാംശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതെ, മുപ്പത്തിമാരില്ല. പറ. ഈ സദസ്സൊക്കെയാണെന്ന് മറ്റേ പേപ്പറിലെ അപ്പളാണ് കുറയാണ്, ചന്ദ്രയും ഇതൊക്കെ അപ്പളാണ്. സത്യത്തിൽ ഈ പോയതിൽ ഈ ആകെ പിന്നെ രാജാവായിട്ട് പോയത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതേതല്ലേ, വേറെ ആർക്കും അത് പറ്റുന്നില്ല. പിന്നെ
അല്ല ഇക്ബാലിന്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും എന്നോട് സൂചിപ്പിക്കാൻ വിട്ടത്? ഞാൻ ചോദിച്ചില്ല. കുറച്ചോനെ അത് ചോദിക്കണ്ടേ ഞങ്ങള്? അതാണ് മെയിനായിട്ട് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കാൻ വിചാരിച്ചിരുന്നു. അതായത് ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ. അല്ല ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അമ്പലക്കടവ് കൊണ്ടാണ് സാധനം. പക്ഷെ എനിക്ക് കോഴിക്കോട് അമ്പലത്തോടെ അവിടുന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതൊന്നും ആരും പറയില്ല കേട്ടോ. അല്ല ഇത് കിട്ടിയിട്ടില്ല എന്നുള്ള ഭാഗത്തൊക്കെ ഒന്നും ആരും വന്നില്ല. കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല എന്ന് പറയാനവരല്ല. കാരണം ഇത് ഇതുവരെ കിട്ടുന്ന സ്ഥലമാണ് ഉള്ളതുകൊണ്ടല്ലേ ഇത്രയും അഡ്രസ് പൂത്തി വെച്ചേ. നിങ്ങളറിയോ 30 കൊല്ലായിട്ട് മൂപ്പരാടിന് കൊടുക്കുന്നുണ്ടല്ലോ. 30 കൊല്ലായിട്ട് കൊടുത്തിട്ട് ഇപ്പവും ആയിഷ ബീബിന്റെ കമ്പിളി പതിപ്പും ഫാത്തിമ ബീബിന്റെ ഡിജിറ്റൽ ക്യാമറയും അങ്ങനെ പലതും ഉണ്ട് വരാട്ടാ. ഹലോ അല്ല ഉണ്ട് എന്ന് മാത്രമല്ല മൊഹീദി ഷെയ്ഖിന്റെ കളർ ഡിജിറ്റൽ ക്യാമറ തരത്തിലുള്ള സാധനങ്ങളല്ലേ. അതിന്റെ വിഷയം ഞാൻ എടുത്തിട്ടില്ല ബോധപൂർവ്വം. അതെ കുറെ പുതിയ ആളുകളുണ്ട്. അതെ അതെ ഏറ്റവും പുതിയ ഇത്ര ആളുകൾ എന്തിനാ ഈ സൗത്തിൽ പിന്നെ കേറ്റിന്ന് ആവശ്യമല്ല. അല്ല ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പിന്നെ ആളുകൾ മാത്രമേ അതിൻ്റെ ഉള്ളിൽ പോരെ. അപ്പൊ ചെറിയ എപ്പിസോഡ് ഇങ്ങനെ അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. അല്ലെ എപ്പിസോഡ് പേരെ കൊണ്ടുപോയില്ലാന്ന് പറഞ്ഞു. കൊണ്ടുപോയില്ല. ഒന്ന് മർക്കത്തിൽ ഒന്ന് വെറി നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചാൽ കൊണ്ടുണ്ട് അപ്പൊ രണ്ടെണ്ണമുണ്ട്. അപ്പൊ രണ്ടോ മൂന്നോ സംഗതി പുരയെ കൊണ്ടാലും കുഴപ്പമില്ല. സാധാരണ ആണെങ്കിൽ സാധാരണ തോന്നുന്ന ആവാദിക്കുന്ന വിരോധമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ പറഞ്ഞത് ഇത് എവിടെ പോയി അവസാനിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നേ? ഇത് വ്യാഴാഴ്ച വിശദീകരണ കൃത്യങ്ങളും ഒക്കെ വരികയാണെങ്കിൽ വിഷയം തന്നെയാണ്. അതായത് ഒരു 2-3 ഫിറക്കത്താവും. ഗ്രൂപ്പുകളാവും. എങ്ങനെ 2 ഗ്രൂപ്പുകളാവും എനിക്ക് മനസ്സിലായില്ല. ഒരു വിഭാഗം അന്ധമായിട്ടുള്ള മുക്കല്ലിമീങ്ങൾ, ഒരു വിഭാഗം മുൻകിരീങ്ങൾ, ഒരു ന്യൂനപക്ഷം, ഒരു വിധാനത്തിൽ എന്താപ്പോ അങ്ങനെയാണ് പള്ളും വേണ്ട ഒന്നും വേണ്ടാന്നുള്ള ഉണ്ടല്ലോ. എനിക്ക് ചില കംപ്ലൈന്റ് ഉണ്ട് ഈ വിഷയത്തില്. ഞാൻ ഇത്രയും വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ കൊളത്തൂർ ഉസ്താദോ അല്ലെങ്കിൽ നിങ്ങളോ പൊന്മള ഉസ്താദിനെ കാണാനോ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങളാരും തയ്യാറായില്ല എന്നുള്ളത് എനിക്ക് അതിയായ ഭയങ്കരമായിട്ട് വിഷയങ്ങൾ പൊന്മുസ്താദും കൊളത്തൂരും നമ്മൾ ചർച്ച ചെയ്തിട്ട് രണ്ടാളും കൂടി കുറിച്ച് നിലവിലാണ്. ഒരു ചർച്ച ഇന്ന് മുഷാവയുടെ സ്റ്റാറാരാ? ഇന്ന് മുഷാവയുടെ സ്റ്റാറാരാ? ആരാ? പൊന്മുസ്താദ്. മുഷാവറയിൽ മാത്രമല്ല ഈ വിഷയത്തിൽ ഉസ്താദിനെ വിളിച്ചുള്ള പുസ്തകമല്ലതാ. മുഷാവറയിൽ എന്ത് വിഷയം പറഞ്ഞാൽ അത് അറിയില്ലല്ലേ? മുഷാവറയിൽ ഭയങ്കര ചർച്ചകളൊക്കെ ഉണ്ട്. അതില് എന്ത് കിട്ടിയത് നാളെ കിട്ടുള്ളൂ. നാളെ അടിസ്ഥാനം കണ്ടിട്ട് എല്ലാവരും പറഞ്ഞത് അടിസ്ഥാന വിഷയപ്പെട്ടിരിക്കണം. ഒന്ന് ചിലതിന് വിഷയം ഉണ്ടായിരുന്നു. അടിസ്ഥാനം എന്താണ് ഇന്ത്യയിൽ ചോദിച്ച ഒരാള് ഇന്ത്യത്തോളം കുടുങ്ങാനാണ്. അലീസ്ഥാനോട് നിങ്ങൾ ഈ പിന്നെ ഫുള്ള് സാലിഹിന്റെ റിപ്പോർട്ട് ഫുള്ള് കൊടുത്തനെ. കുറെ വിഷയങ്ങൾ എന്നിട്ട് പിന്നെ മറ്റേ മുഷാവറിൽ വേറെ എടുത്തോണ്ടേനാ?
പിന്നെ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് എന്തൊക്കെ മക്കളുകളാണ് അതിനകത്ത് ഇത് കൂടുതലുണ്ടായിട്ടില്ല. ശരി, ആവശ്യം ഇന്നാണ് കിട്ടിയത്. ഞാൻ നാളെ ഇൻഷാള്ള തീർന്ന റിപ്പോർട്ടുകൾ കിട്ടും. 12 മണിക്കൂർ ഇൻഷാള്ള ഉണ്ടായിട്ടില്ല. ഞാൻ സത്യത്തിൽ പിന്നെ നിങ്ങളെ ഉച്ചയ്ക്ക് ശേഷം വിളിച്ച പരിപാടി ഞാൻ വളരെ വൈകിട്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് 1-2 ചോദ്യങ്ങൾ വെക്കുന്നു. ഒന്നാമത്തെ വിഷയം എന്താണെന്നാ, നിങ്ങളെ അതിൽ ഷെയർ വർക്കുണ്ട്. ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി നിങ്ങളോട് വന്ന് ചോദിച്ചാൽ നിങ്ങൾ കൈമാറില്ല. എന്റെ ചോദ്യം അതാ. അറിയില്ല. ഇനി അതല്ല, ഇനിയിപ്പോ അറിഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളെ കയ്യിലുള്ള ഷെയർ മുബാറക്ക് അത് വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാവും. മനസ്സിലുണ്ടാവില്ല, പരമാവധി എടുക്കാനേ നോക്കുള്ളൂ. അതെ, 2 അതെ. ഇപ്പൊ തന്നെ കേരളത്തിൽ പിന്നെ ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ സെനത് വേണ്ട, അതിനുള്ള ഒരാൾ ഷെയർ മുബാറക്ക് എന്ന് പറഞ്ഞ് കൊടുത്താൽ തന്നെ അംഗീകരിക്കണം എന്നുള്ള ആ കൗല് വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ എത്ര ഷെയർ മുബാറക്ക് ഉണ്ട്? 17 ഷെയർ മുബാറക്കുണ്ട്. ഇനി ജിഷാൻ റമദാനിൽ ബോംബെയിൽ പോലെ എന്റെ കയ്യിൽ ഒരു എണ്ണം വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ എത്രയും 24 അതെ അതെ. അപ്പൊ ഷെയർ മുബാറക്ക് കൊണ്ടുള്ള പിന്നെ എതിർകളിയാ എന്തൊരു പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. രണ്ടാമത്തെ വിഷയം, ഞാൻ സക്കാശിയാകത്തുള്ള കാറ്റ് കാരണം എന്നെ കൊണ്ട് പിടിച്ചിട്ടാണല്ലോ ഞാൻ ചോദിക്കും. രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ ഷെയർ മുബാറക്ക് വരുന്ന കൊണ്ടാന്നേ അല്ല, അയാളെ സ്ഥലം വരുന്ന നിശ്ചയം, അയാള് രാജീവിടെയാണ്. അതെ. അയാളെ പേരെന്താണ്? അയാളെ വാപ്പാന്റെ പേരെന്താണ്? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ ഷെയർ മുബാറക്ക് കൊണ്ടുവന്ന ആളെ സ്ഥലം എവിടെയാ? അയാളെ വാപ്പാന്റെ പേരെന്താ? അയാളെ പേര് തന്നെ ശരിക്കറിയാ? അയാൾ ജീവിച്ചിട്ടില്ല. ആളിപ്പം ജീവിച്ചിട്ടുണ്ട്. അല്ല, ഒരാള് ഏതായാലും മറ്റേ ക്ലിപ്പ് ആ CD ഇന്ന് നാളെ ഇൻഷാല്ല കിട്ടും മോഹിപ്പിക്കാവില്ലല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെച്ചാൽ ഞാനേ ഇത്തിരി ഓവറായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. അതിൽ വേറെ ഇഷ്ടം എന്ന് പറഞ്ഞാല് നൗഷാദ് ഹാസനി മമ്പാടൊക്കെ നമ്മൾ തമ്മിലുള്ള കല്ലിന്റെ വിളിക്കുന്നിട്ട് ആഘോഷിക്കുകയാണ്. അതേ സമയത്ത് ഇപ്പോ ഈ ചങ്ങാതിന്റെ ഭാര്യക്ക് ഗർഭാണെന്നും 4ാമത്തെ ഗർഭാണെന്നും ലോഗ്യവും വർച്ചലും കളിയും ജീവിയും തമാശ. അപ്പൊ ഈ നല്ല ഹാലില് പരമാവധി ഈ ചങ്ങാതിന്റെ അടുത്ത് കിട്ടണം. ഈ പിന്നെ അതായത് ഈ പറഞ്ഞ വ്യക്തിനെ